കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. കാഴ്ചശക്തി പതിയെ പതിയെ കുറഞ്ഞു വരുന്നൊരവസ്ഥ. ലക്ഷണങ്ങൾ ഒന്നും തന്നെ നമ്മൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത. തിമിരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്ധതയ്ക്ക് കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിൻ്റെ മർദ്ദം ഒരു പരിധിക്കപ്പുറം ഒപ്റ്റിക് നെർവിന്, അതായത് നമ്മുടെ കണ്ണിൽ നിന്ന് ബ്രെയിനിലോട്ട് പോകുന്ന നെർവിലുണ്ടാക്കുന്ന മർദ്ദം മൂലം ആ നെർവിനുണ്ടാകുന്ന ഡാമേജാണ് ഈ ഒരു അസുഖത്തിന് കാരണമാകുന്നത്. അങ്ങനെ കാഴ്ചശക്തി കുറഞ്ഞു വരികയും അത് പൂർണ്ണമായിട്ടുള്ളൊരു അന്ധതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും ഈ രോഗത്തിന് കാണാൻ സാധിക്കുകയില്ല. കുട്ടികളിലുണ്ടാകുന്ന ഗ്ലോക്കോമ, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ഇങ്ങനെ പലതരത്തിലുള്ള ഗ്ലോക്കോമകളുണ്ട്. നമ്മൾക്ക് ഈ ഒരു അസുഖം പൂർണ്ണമായി കണ്ണിനെ ബാധിച്ചതിന് ശേഷമായിരിക്കും നമ്മൾക്കിത് അറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ റെഗുലറായി നടത്തുന്ന ചെക്കപ്പിലൂടെ നമ്മുടെ കണ്ണുകൾക്ക്, അതായത് നമ്മുടെ നെർവുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ക്ഷതമുണ്ടോ അല്ലെങ്കിൽ നശിക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കും. പാരമ്പര്യമായിട്ട് ഈ ഒരു രോഗാവസ്ഥ കണ്ടുവരുന്നു. അതിനു പുറമെ 40 വയസ്സിന് മുകളിലുള്ളവർ, അതുപോലെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ, സ്റ്റീറോയിഡ് മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നവർ, ഇത്തരത്തിലുള്ളവർക്ക് ഈ ഒരു രോഗാവസ്ഥ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകൾ എടുക്കുന്നവരും പ്രമേഹമുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണിൻ്റെ മർദ്ദം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഈ ഒരു രോഗാവസ്ഥ തടയാനായിട്ട് സഹായിക്കും. വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ കുറഞ്ഞു വരിക എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഗ്രാജുവലി കുറഞ്ഞു വരികയും അത് ഒരു പൂർണ്ണമായൊരു അന്ധതയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതിന് പ്രധാനമായിട്ടും സർജറി, ലേസർ ചികിത്സ, അതുപോലെ കണ്ണുകളിൽ മർദ്ദം കുറയാനുള്ള മരുന്നുകൾ, തുള്ളിമരുന്നുകൾ ഒഴിക്കുക എന്നിവയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്തു വരുന്നത്. ആയുർവേദത്തിൽ ഇതിന് നസ്യം, അതുപോലെ തന്നെ കണ്ണിൽ മരുന്ന് നിർത്തുക, കണ്ണിൽ മരുന്ന് കെട്ടി നിർത്തുക, അതുപോലെ കണ്ണിലൊഴിക്കാനുള്ള തുള്ളിമരുന്നുകൾ, തുടക്കത്തിലെ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു പരിധി വരെ ഇതിനെ കുറച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നേരത്തെയുള്ള രോഗനിർണയം നമ്മൾക്ക് ലേസർ ചികിത്സയിലൂടെയോ അല്ലെങ്കിൽ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്നതിലൂടെയോ കണ്ണിൻ്റെ മർദ്ദം കുറയ്ക്കാനും ഒരു പരിധി വരെ നമ്മൾക്ക് രോഗത്തെ തടഞ്ഞു നിർത്താനുമായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മർദ്ദം എപ്പോഴും ഒന്ന് റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക.